വേണം. കാരണം ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ നോർത്ത് ഇന്ത്യയിൽ ശ്രദ്ധിച്ചാൽ അറിയാം, ലോകത്തിന്റെ പല ഭാഗത്തും ശ്രദ്ധിച്ചാൽ അറിയാം, മദ്രസകളാണ് ആയുധ കലവറകൾ. നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം. ഇന്ന് ഇന്ത്യയിലെ മുസ്ലിമീങ്ങളെ ഇനം തിരിച്ച് ആക്രമിക്കാൻ കുറച്ച് ആൾക്കാർ തീരുമാനമെടുത്ത മാതിരിയാണ്. ഇനം തിരിച്ചുകൊണ്ട് വർഗീയത പ്രചരിപ്പിക്കാൻ ഇപ്പം ആരേന് പ്രത്യേകം നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് ഇവർക്കൊക്കെ വല്ല വിവരമുണ്ട് എന്നാണ്. ഇവരൊക്കെ ഓരോ പ്രസ്താവന വായിക്കുമ്പോഴാണ് ഇവരൊക്കെ വിവരത്തിൻ്റെ ആഴം മനസ്സിലാകുന്നത്. മദ്രസകൾ ഇവിടെ കുഴപ്പമുണ്ടാക്കുകയാണ് അത്ര. എടോ, മദ്രസകൾ ഉള്ള രാജ്യവും മദ്രസകൾ കുറവുള്ള രാജ്യവും മദ്രസ ഇല്ലാത്ത രാജ്യവും ഒന്ന് നോക്കാം നമുക്ക്. നമ്മുടെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ തുടങ്ങി കാസർഗോഡ് അവസാനിക്കുമ്പോഴേക്ക് 560 വൃദ്ധസദനങ്ങൾ ഇവിടെ ഉണ്ട്. എത്രയുണ്ട്? 560 വൃദ്ധസദനങ്ങളുണ്ട്. ഈ 560 വൃദ്ധസദനങ്ങളിൽ ഏറ്റവും കൂടുതൽ വൃദ്ധസദനം ഉള്ള ജില്ല ഏതാ? എറണാകുളം ജില്ല. 120 വൃദ്ധസദനം. 120 വൃദ്ധസദനത്തിൽ എത്ര അന്തേവാസികളുണ്ട്? വയസ്സായ അമ്മനെയും അപ്പനെയും നോക്കാതെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയിരിക്കുന്ന വൃദ്ധസദനത്തിൽ 120 വൃദ്ധസദനങ്ങളിലായി 3100 എണ്ണം എറണാകുളം ഡിസ്ട്രിക്റ്റിലുണ്ട്. ഏറ്റവും കൂടുതൽ വൃദ്ധസദനത്തിൽ ആളുകൾ താമസിക്കുന്ന എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. ആരാണ് അവിടെയൊക്കെ ഉള്ളത്? മദ്രസ അവിടെ ഉള്ളത്. ഏറ്റവും കൂടുതൽ മദ്രസ ഉള്ളത് മുസ്ലിം ഭൂരിപക്ഷ ജില്ല മലപ്പുറമാണ്. മലപ്പുറത്ത് ആകെയുള്ള വൃദ്ധസദനം എത്രയാണ്? 8 എണ്ണമാണ്. മലപ്പുറത്ത് ആകെ വൃദ്ധസദനങ്ങൾ എത്രയാണ്? 8 എണ്ണം. അതിൽ താമസിക്കുന്ന അന്തേവാസികളെ എണ്ണം എത്രയോ? 126. 126 അന്തേവാസികൾ താമസിക്കുന്നിടത്ത് അതിലുള്ള മുസ്ലിങ്ങൾ 4-1 ഉള്ളൂ. എന്തുകൊണ്ട്? മുസ്ലിമീങ്ങൾ ഈ വയസ്സായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ആക്കൂല. എന്തേ കാരണം? ചെറുപ്പത്തിൽ തന്നെ ഉമ്മുൻ മാതാവ്, അബുൻ പിതാവ് എന്ന് പഠിപ്പിക്കാണ്. ഉമ്മ ആരാണ്, വാപ്പ ആരാണ്, അത് പഠിപ്പിക്കുന്ന മദ്രസ. ഈ മദ്രസകൾ ഇവിടെ ഇല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കേരളത്തിന്റെ ഒക്കെ അവസ്ഥ? ഇവിടുത്തെ സർവ്വ സംസ്ഥാന കേന്ദ്ര ഗവൺമെന്റുകളെ സഹായിക്കുന്ന കാര്യമാണ് മദ്രസകളിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിന്റെ നിർമ്മാണാത്മക പ്രവർത്തനങ്ങളിൽ രാജ്യത്തിന്റെ ഭരണഘടനയോട് കൂറു പുലർത്തുന്ന ഒരു സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ കുട്ടികളോട് വാത്സല്യം. അല്ലാഹു റബ്ബി. ഇപ്പൊ വലിയ വാർത്ത ഏതാ? ഇത് കണ്ണൂർ ജില്ലയല്ലേ? നിങ്ങളെ കലക്ടറല്ലേ ഇപ്പൊ ഇത് അല്ലേ? ഒരു കലക്ടർ ആത്മഹത്യ ചെയ്തല്ലോ. പേരെന്തോ ആവട്ടെ, ആളെ മനസ്സിലായില്ലെങ്കിൽ. ഒരു യോഗത്തിൽ വെച്ചിട്ട് ഒരാൾ അഭിപ്രായം പറഞ്ഞപ്പോഴേക്ക് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്ന രീതിയിലാണ് ഒരു കലക്ടറുടെ മനോധൈര്യമെങ്കിൽ അതുതന്നെയാണ് അസിസ്റ്റന്റ് കലക്ടർ. 2 മാസം കൂടി കഴിഞ്ഞാൽ അയാളാണ് കലക്ടറാണ്ടത്. ADM പറഞ്ഞാൽ എപ്പോഴും ADM ആകലും നിങ്ങൾക്കറിയോ? ആദ്യം തഹസിൽദാറാകും. വില്ലേജ് ഓഫീസറാകും. വില്ലേജ് ഓഫീസർ മൂത്തുകാനാണ് ഏതായാലും തഹസിൽദാറാണ് ആദ്യം അവർ. അവിടുന്നാണ് ഏതായാലും ADM അവർ. അവിടുന്നാണ് എടുക്കത്തല് കലക്ടറായാലും. പെട്ടെന്ന് കലക്ടറായിട്ട് വരില്ല ആരാ? അത് IAS അത്ര ടോപ്പ് പാസ്സായിരിക്കുന്ന ആളുകളാണ് നേരെ എടുക്കുക വരിക കലക്ടർ പോസ്റ്റ് വരും. തൊട്ടടുത്ത് കലക്ടറാകാനുള്ള ആളാണ് ADM എന്ന് പറഞ്ഞാൽ. പടച്ചോനെ, ഒരു യോഗത്തിൽ ഒരാളൊരു വിമർശനം പറഞ്ഞിട്ട് അത് സഹിക്കാൻ അയാൾക്ക് കഴിഞ്ഞോ? പാവം, അയാൾ എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അയാളെ കുടുംബങ്ങൾ ഇപ്പോൾ വിഷമത്തിലാണ്. അവർക്കൊക്കെ അള്ളാഹു മനസ്സമാധാനം കൊടുക്കട്ടെ. ആ കുടുംബം പാവപ്പെട്ടവരല്ലേ, ഭാര്യയും മക്കളും ഒക്കെ അല്ലേ? ഞാൻ അതിനൊന്നും ആക്ഷേപം പറയല്ല. പക്ഷേ ഒരു കലക്ടർ പോസ്റ്റിലേക്ക് ഉയർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു യോഗത്തിൽ ഒരാളുടെ ആക്ഷേപം കേട്ടപ്പോഴേക്കും ആത്മഹത്യ ചെയ്യുന്ന മനസ്സ് വന്നുവെങ്കിൽ ലോകത്ത് തീരെ ആത്മഹത്യ നടക്കാത്ത മതം ഇസ്ലാം. അപൂർവമായി ലോകത്ത് സയന്റിസ്റ്റുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, രാജാക്കന്മാർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, കരസേന, വ്യോമസേന, നാവികസേന ഒക്കെ ആത്മഹത്യ. കേരള പോലീസിൽ ആത്മഹത്യ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം കണ്ടെത്താൻ സാധിക്കാതെ വിഷമിക്കാണ് കേരള പോലീസിൽ ആത്മഹത്യ കൊണ്ട്. ഒരൊറ്റ പണ്ഡിതനും ഇക്കാലത്തിലടക്കം ആത്മഹത്യ ചെയ്തിട്ടില്ല. ഒരു അള്ളാനെ പേടിച്ച് ജീവിക്കുന്ന ഒരാളും ആത്മഹത്യ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്?
നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ കുട്ടികളെ പഠിപ്പിക്കുക. ഇപ്പം അതിൻ്റെ അറബി പഠിപ്പിക്കുന്ന രീതി മുഖ്യം. പാഠം 1 അല്ലാഹു സുബ്ഹാനഹു വ തആല, പാഠം 2 മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, പാഠം 3 ഉമ്മുൻ മാതാവ്, പാഠം 4 അബുൻ പിതാവ്, പാഠം 5 ഉസ്താദുൻ ഗുരുനാഥൻ, പാഠം 6 അക്കാരിബുൻ കുടുംബക്കാർ, പാഠം 7 ജീറാനുൻ അയൽവാസികൾ. അങ്ങനെ വ്യക്തി ജീവിതം, സാമൂഹ്യ ജീവിതം, കുടുംബ ജീവിതം, ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ആദരിക്കേണ്ടവരെ ആദരിക്കുക, അർഹതപ്പെട്ടത് അർഹമായവർക്ക് വകവെച്ചു കൊടുക്കുക. അള്ളാഹ്ക്ക് അർഹതപ്പെട്ടത്, അമ്പിയാക്കൾക്ക് അർഹതപ്പെട്ടത്, പ്രായമുള്ളവർക്ക് അർഹതപ്പെട്ടത്, കുട്ടികൾക്ക് അർഹതപ്പെട്ടത്, ഓരോന്നിനും വേറെ വേറെയാണ് അല്ലേ? മാതാപിതാക്കളെ ബഹുമാനിക്കുക, പ്രായം ചെന്നവരെ ആദരിക്കുക, ഭരണാധികാരികളെ അനുസരിക്കുക, ഭാര്യമാരെ സ്നേഹിക്കുക, കുട്ടികളോട് വാത്സല്യം കാണിക്കുക, അർഹതപ്പെട്ടത് അർഹമായവർക്ക് വകവെച്ചു കൊടുത്തുകൊണ്ടുള്ള സമാധാന ജീവിതം, ഇത് പഠിപ്പിക്കുന്നതാണ് മദ്രസ. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല ഏതാ? മലപ്പുറമാണോ? കോഴിക്കോടാണോ? ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്ന ജില്ല ഏതാ? തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ കലക്ടർമാർ മുഴുവൻ ഉള്ളത് എവിടെ? മന്ത്രിമാർ മുഴുവൻ ഉള്ളത് എവിടെ? IAS മുഴുവൻ ഉള്ളത് എവിടെ? IPS മുഴുവൻ ഉള്ളത് എവിടെ? അവിടെയാണ് ആത്മഹത്യ കൂടുതൽ. എന്തേ? നമ്മുടെ നാട്ടിൽ മദ്രസകൾ നമ്മൾ പഠിപ്പിക്കാൻ നമുക്കൊരു അല്ലാഹു ഉണ്ട്. ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാഹ്. നാളെ പാതിരാക്കൊരു ചങ്ങായി എന്നെ ഫോൺ ചെയ്ത്, ഉസ്താദേ എന്നിട്ടാണ് കരഞ്ഞു പോ. എന്താണോ ചോദിച്ചു, പെണ്ണുങ്ങൾ കിണറ്റി ചാടാൻ പോവുകയാണ്. ടോർച്ച് അടിച്ചു കൊടുത്തളാറിഞ്ഞ അല്ല പിന്നെന്താ. അപ്പം ചോദിച്ചു എന്നോട്, ഉസ്താദേ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ചോദിച്ചു. കേട്ടിക്കണ് പറഞ്ഞു. എന്തേ ഒന്നും കൂടി പറയാൻ? പെണ്ണുങ്ങൾ കിണറ്റി ചാടാൻ പോവുകയാണ്, ടോർച്ച് അടിച്ചു കൊടുക്കുക. ഓളേതായാലും പോവുകയാണ്. പിന്നെ വൈ വെച്ച് കണ്ട് ആടിപടി മുട്ടിയിട്ട് നമ്മൾ ഇപ്പാക്കാൻ പറ്റും. ടോർച്ച് അടിച്ചു കൊടുക്കാൻ പറഞ്ഞു ഞാൻ. അപ്പോഴാണ് ഓന് വേണ്ടി സമാധാനം കിട്ടിയത്. ഞാൻ എന്തിനാ പറഞ്ഞത്? ചെറിയൊരു വിഷയമുണ്ടാകുമ്പോഴൊക്കെ ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദരിമാരെ, സഹോദരങ്ങളെ, അള്ളാന്ന് വിശ്വാസമുള്ള ഒരാള് ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ ഇനി ജീവിക്കണില്ല എന്ന് കരുതി, ഞാൻ കിണറ്റിച്ചാടിയെങ്കിലോ എന്ന് കരുതി, അങ്ങനത്തെ ഒരു വാക്ക് ഒരു മുസ്ലിമിന്റെ നാവെന്ന് വരരുത്. അള്ളാഹ് പൊരുത്തപ്പെടാത്ത വാക്കാണത്. ജീവിക്കാനാണ് അള്ളാഹു തആല ഭൂമി വെച്ചത്. ഇവിടെ പറ്റൂലേ കോഴിക്കോട് പോകണം, കോഴിക്കോട് പറ്റൂലേ തിരൂർ പോകണം, അവിടെ പറ്റൂലേ തിരുവനന്തപുരത്ത് പോകണം, അവിടെ പറ്റൂലേ കന്യാകുമാരി പോകണം, അവിടെ പറ്റൂലേ തമിഴ്നാട് പോകണം. അള്ളാഹിന്റെ ഭൂമി വിശാലമാണ്. ഇവിടെ ഇപ്പൊ തീരെയും പേടിക്കാനില്ല. റേഷൻ കാർഡിന് എവിടുന്നും അരി കിട്ടും. പിന്നെന്തിനാ ആത്മഹത്യ ചെയ്യണത്? ബംഗാളിന്റെ അരിയൊക്കെ നമ്മളെ റേഷാപ്പിൽ നിന്നല്ലേ വാങ്ങണത്. അതറിഞ്ഞില്ല നിങ്ങൾ? വീടൊന്നും നിങ്ങൾ ഇവിടെ കുറേ സംഗതി അറിയാത്തതുണ്ടല്ലോ. ഇപ്പം നമ്മളെ നാട്ടിലെ ബംഗാളികളൊക്കെ റേഷൻ വാങ്ങണത് എവിടുന്ന? നമ്മളെ നാട്ടിലെ റേഷാപ്പിൽ ഇങ്ങനെ റേഷൻ കിട്ടുന്ന ഒരു കാലത്ത് ആത്മഹത്യ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ എന്ത് ബുദ്ധിമോശമാണ്. മുഅ്മിനീങ്ങളോട് ഞാൻ പറയുന്നത്, ഇസ്ലാമിക വിശ്വാസികളെ, നമുക്കൊരു അല്ലാഹു ഉണ്ട്. ഇരുട്ടിലും അല്ലാഹ്, വെളിച്ചത്തിലും അല്ലാഹ്, സന്തോഷത്തിലും അല്ലാഹ്, ദുഃഖത്തിലും അല്ലാഹ്, രോഗത്തിലും അല്ലാഹ്, ആരോഗ്യത്തിലും അല്ലാഹ്, ക്ഷാമത്തിലും അല്ലാഹ്, ക്ഷേമത്തിലും അല്ലാഹ്, വെന്റിലേറ്ററിലും അല്ലാഹ്, പട്ടുമെത്തയിലും അല്ലാഹ്. സന്തോഷം നിലനിർത്തി തരണമെങ്കിൽ അല്ലാഹു അല്ലാഹ്, ദുഃഖം നീക്കി തരണമെങ്കിൽ അല്ലാഹു അല്ലാഹ്. പിന്നെ നമ്മളെന്തായി പറഞ്ഞത്? ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ കെറ്റത്തുള്ളിയെങ്കിലോ എന്ന് കരുതി ഒരു മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ല. അതിനാണ് ഞാനിത് പറഞ്ഞത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നിങ്ങൾ വിചാരിച്ചോ ആത്മഹത്യ ചെയ്ത ആട് ചെന്നാൽ നല്ല സുഖാണ്? പടച്ചോൻ കാക്കട്ടെ. അല്ലാഹു തആല നമുക്ക് ഭൂമിയിൽ, നിങ്ങൾ മനസ്സിലായോ, പടച്ചോനെ മരിപ്പിക്കണേന്ന് ദ്വാരക്കാൻ പാടുണ്ടോ? ഞമ്മക്ക് ദ്വാരക്കാൻ പാടുണ്ടോ? വേറൊരാൾക്ക് ദ്വാരക്കാൻ പാടുണ്ടോ? ജീവിപ്പിക്കാനാ വേണ്ടത്. പടച്ചോനെ രോഗം മാറ്റിത്തരണേ, ആയുസ് നീട്ടിത്തരണേ, അതെത്രയും ദ്വാരക്കാം. ഒരു ദിവസം അധികം ജീവിച്ചാൽ, നിങ്ങൾക്കറിയോ, ഞാൻ ഒരു സംഭവം പറയട്ടെ. നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് രണ്ടാള് ഷഹാദത്ത് കലിമ ചൊല്ലി. രണ്ടാളും മുസ്ലിമായി സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന മധ്യേ ഒരാൾ മരണപ്പെട്ടു. അപ്പൊ അയാള് മരണപ്പെട്ടു. അയാളെ മരണം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ആള് മരിക്കുന്നത്. അയാള് മരിച്ചിട്ട് പിന്നെ 1 കൊല്ലം കഴിഞ്ഞ് രണ്ടാമത്തെ ആള് മരിക്കുമ്പോൾ സ്വഹാബാക്കൾ അവിടെ മയ്യത്തൊക്കെ കഫൻ ചെയ്ത് റെഡിയാക്കിയിട്ട് അയാൾക്ക് വേണ്ടി ദ്വാരക്കണ ഒരു ദ്വാ റസൂലുള്ളാഹി കേട്ടു. എന്താ കേൾക്കുന്നത്? അല്ലാഹുമ്മ അൽഹിഖ്ഹു ബിൽ ഊലാ, ഈ മരണപ്പെട്ട ആളെ നീ ആദ്യം മരിച്ച ആളിലേക്ക് ചേർക്കണേ. ആ ദ്വാ ദ്വാരക്കുമ്പോൾ ശ്രേഷ്ഠത ആയിരിക്കാന്നാ തോന്നുക? ആദ്യം മരിച്ചാക്കോ ഒപ്പം മരിച്ചാക്കോ?
ഇയാളെ നീ അയാളിലേക്ക് ചേർക്കണേ എന്ന് പറയുമ്പോൾ ആർക്കാ ശ്രേഷ്ഠത? ആദ്യം മരിച്ചാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷയത്തിൽ ഇടപെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കൊല്ലം ഒരാൾ അധികം ജീവിച്ചാൽ അയാളെ ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ഒരു കൊല്ലം അധികം ജീവിക്കുമ്പോൾ അയാൾക്ക് 6000 റക്അത്ത് നിസ്കാരം അധികം കിട്ടിയില്ലേ? ഒരു കൊല്ലം അധികം നമ്മൾ ജീവിച്ചാൽ അല്ലാഹു റബ്ബി ഒരു ദിവസം 17 റക്അത്ത് ഫർള് നിസ്കരിക്കണം. ഒരു കൊല്ലം നിസ്കരിക്കുമ്പോൾ 6000 റക്അത്ത് നിസ്കാരം ഇയാൾക്ക് അധികം കിട്ടിയില്ലേ? 6000 ബാങ്ക്, 6000 ഇഖാമത്ത്, 6000 വജ്ജത്തു, 6000 ഫാത്തിഹ, 6000 റുക്കൂ, 12000 സുജൂദ്, ഇത് ഇദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ? അയാൾ ഒരു കൊല്ലം ജീവിച്ചപ്പോൾ 3-10, മുഹറം 10, ദുൽഹിജ്ജ 10, റമദാൻ 10 അദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ? അയാൾ വെള്ളിയാഴ്ച അൽക്കഹഫ് ഓതുന്ന ആളാണെങ്കിൽ ഒരു കൊല്ലം അധികം ജീവിച്ചപ്പോൾ അയാൾക്ക് എത്ര അൽക്കഹഫ് കിട്ടി? അയാൾ തിങ്കളാഴ്ച സുന്നത്ത് നോമ്പെടുക്കുന്ന ആളാണെങ്കിൽ ഒരു കൊല്ലം ജീവിച്ചപ്പോൾ എത്ര സുന്നത്ത് നോമ്പ് കിട്ടി? അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നത് ഒരു ദിവസം അധികം ജീവിക്കാൻ ചോദിക്കുക, അല്ലാതെ ആയുസ് ചുരുക്കി തരണേന്ന് ചോദിക്കാൻ പാടില്ല. ഒരാൾ തീരെ സുഖല്ല, ഇനി ഇങ്ങോട്ട് ബാക്കിയാവുമെന്ന് തോന്നണില്ല, അത്ര കഷ്ടപ്പെട്ട് കിടക്കാണ്, എന്നാ നമ്മൾ എന്താ ദ്വാരക്കേണ്ടത്? പടച്ചവനെ, ജീവിതം ഖൈറാണെങ്കിൽ നീ ആഫിയത്തുള്ള സന്തോഷമുള്ള ജീവിതം കൊടുക്കണം. അല്ല, മരണം ഖൈറാകുന്ന സമയത്ത് ആഖിബത്ത് നല്ല മരണം തരണം. അതല്ലാതെ പടച്ചവനെ ഇങ്ങനെ കിടത്തല്ലേ, ഇയാളെ മരിപ്പിക്കണേന്ന് ഒരു സാഹചര്യത്തിലും നമുക്ക് ദ്വാരക്കാൻ പാടില്ല. ദയാവധം പാടുണ്ടോ? ദയാവധം പാടുണ്ടോ? ദയാവധത്തിന്റെ മറ്റൊരു രീതിയാണ് മരണത്തിന് ദ്വാരക്കല്. പാടില്ല അത് ഇസ്ലാമില്. ജീവനാണ് വില. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒരു സാഹചര്യത്തിലും ആത്മഹത്യ എന്നത് മുസ്ലിമീങ്ങൾക്ക് തീരെ പറ്റില്ല. എന്ത്? ഇത് നമ്മൾ മദ്രസയിൽ 1-ാം ക്ലാസ് പഠിപ്പിക്കാണ്. ആരെങ്കിലും ആണ് പറഞ്ഞു കേട്ടാലേ, ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം മറ്റേ വാദമാണ്, അതൊക്കെ ചില്ലറക്കായി കിൽക്കലാണ്, അതിനൊന്നും കുട്ടികൾ കുടുങ്ങിപ്പോകണ്ടട്ടാ. ചില്ലറ പൈസ എടുത്തിട്ട് പെട്ടിയിലിട്ട് ഇങ്ങനെ കുലിക്കാൻ നല്ല സൗണ്ട് ഉണ്ടാകും അല്ലേ? അതാണ് ഇസ്ലാം തീവ്രവാദമാണ്, ഇസ്ലാം മറ്റേതാണെന്നൊക്കെ പറയാം. അതൊക്കെ ഒരു ചില്ലറക്കായി കിരിക്കലാണ്. അത് മൂല്യമില്ലാത്തതാണ്. ചില്ലറ പൈസക്ക് മൂല്യമുണ്ടോ? ഇല്ല. കുറച്ചും കൂടി ആയത്തേക്ക് ഇറങ്ങുക, അപ്പം നോട്ട് കിട്ടും. നോട്ട് കിൽക്കൂല, അത് നല്ല മൂല്യമുള്ളതാണ്. എന്ന മാതിരി ഇസ്ലാമിന്റെ ആയത്തേക്കിന് വരും, ഇസ്ലാമിനെ പറ്റി പഠിക്കും, അപ്പം മനസ്സിലാകും. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ നിർത്താണ്, ഹബീബുന മുഹമ്മദ് മുസ്തഫ. ഓ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാരെ, നമ്മുടെ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ജീവിതം കണ്ടുകൊണ്ട് അടുത്ത തലമുറയിലേക്ക് പകർത്തി വരുമ്പോൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളാവട്ടെ, അതല്ലെങ്കിൽ മഹാന്മാരായ ആളുകളാവട്ടെ, അവരൊക്കെ ജീവിച്ചപ്പോൾ ഓരോ കാര്യത്തിലും അവർ അമ്പിയാക്കളെ മാതൃകയാക്കി, ഔലിയാക്കളെ മാതൃകയാക്കി. ആ മാതൃക നമ്മുടെയൊക്കെ ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് പോയാൽ തീർച്ചയായും അമ്പിയാക്കളെ മുഅ്ജിസത്ത് കൊണ്ടും ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ടും നമുക്കിവിടെ ദീനിനെ നിലനിർത്തിയതുപോലെ നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മക്കൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കെല്ലാവർക്കുമുണ്ട്. അതുകൊണ്ട് ഔലിയാക്കളെ മഹബത്ത് വെച്ചുകൊണ്ട് അമ്പിയാക്കളെ മാർഗത്തിൽ സബീലുൽ മുഅ്മിനീൻ, അത് അള്ളാഹുവിനെ ഭയപ്പെട്ടുള്ള മാർഗമാണ്. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, ഭൂമിയിൽ വന്നിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുക. ആ ജീവിതം മഹാന്മാര് കാഴ്ചവെച്ചപ്പോൾ ഒരു കറാഹത്ത് സംഭവിക്കാതെ ജീവിച്ചു, ഒരു ഹറാമ് സംഭവിക്കാതെ ജീവിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളെ കളിപ്പിച്ചും ചിരിപ്പിച്ചും വല്ലാതെ കൂടെ നിൽക്കും. മക്കളോട് കൊടുക്കേണ്ട സ്നേഹം മാതാപിതാക്കൾ കൊടുക്കണം. അപ്പോഴേ മക്കളിൽ നിന്ന് കിട്ടേണ്ട ബഹുമാനം കിട്ടുകയുള്ളൂ. മാതാപിതാക്കൾ ഒരിക്കലും കുട്ടികളെ കുറ്റപ്പെടുത്തി സംസാരിക്കരുത്. മാതാപിതാക്കൾ ഒരിക്കലും മക്കളെ ആക്ഷേപിച്ചുകൊണ്ട് പറയരുത്. മാതാപിതാക്കൾ ഒരിക്കലും കുട്ടികൾ വേണ്ടാത്തരം ചെയ്താൽ പോലും അവർക്ക് കേടായി പ്രാർത്ഥിക്കരുത്. ഇതൊക്കെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മക്കളെ വളർത്തിയെടുക്കുമ്പോൾ ഒരു കുട്ടിക്ക് നല്ല പരിഗണന, മറ്റേ കുട്ടിനെ തീരെ ശ്രദ്ധിക്കൂല. അങ്ങനെ വരരുത്. ആൺകുട്ടികളോട് ഭയങ്കര സ്നേഹം പെൺകുട്ടികളോടില്ല, പെൺകുട്ടികളോട് നല്ല സ്നേഹം ആൺകുട്ടികളോടില്ല. അങ്ങനെയൊന്നും മാതാപിതാക്കൾ സംഭവിക്കാൻ പാടില്ല. മദ്രസകളിൽ
നമ്മുടെ കുട്ടികൾക്ക് നല്ല പോലെ അച്ചടക്കം പഠിപ്പിക്കുന്നുണ്ട്. രക്ഷിതാക്കളെ, നമ്മുടെ മദ്രസ ശരിയായി നടക്കണം. ഞാൻ പറഞ്ഞല്ലോ, ആത്മഹത്യാ മരണം ഇവിടെ സംഭവിക്കാത്തത് മദ്രസകളിൽ നിന്ന് പഠിക്കുന്നത് കൊണ്ടാണ്. മാതാപിതാക്കളെ എൻ്റെ ഉമ്മയാണെന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി പഠിപ്പിച്ചത് ചെറിയ കുട്ടികൾ നമ്മളൊക്കെ ചെറുപ്പത്തിൽ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മദ്രസ നിലനിൽക്കണം, നമ്മുടെ പള്ളി നിലനിൽക്കണം. ആര് പറഞ്ഞാലും ഇതൊന്നും പൂട്ടേണ്ട സ്ഥാപനമല്ല കേട്ടോ പ്രിയപ്പെട്ട മുഅ്മിനുകളെ. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഓരോരുത്തരും എന്താണ് ബാലാവകാശ കമ്മീഷൻ്റെ ആൾ റിട്ടയർ ആകുകയാണ്. അയാളത് കഴിഞ്ഞ് പ്രസ്താവന ഇറക്കി മൂപ്പര് പോവുകയാണ്. പോണ പോക്കിൽ അവനാനെ കൊണ്ട് കഴിയണതേ. മൂസാ നബി അലൈഹിസ്സലാമിന് മുമ്പിൽ ഫറോവ ചക്രവർത്തി ഞാനാണ് പടച്ചോൻ എന്ന് പറഞ്ഞ് വന്നിട്ടേ ജനിക്കണ കുട്ടികളെ മുഴുവനും കൊന്നു മുസ്ലിമീങ്ങൾ ഇല്ലാതിരിക്കാൻ. എന്നിട്ട് ഇവിടെ ഇസ്ലാം ഇല്ലാതെ ആയോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിട്ട് കരിക്കാൻ തീരുമാനിച്ചു നമ്രൂദ്. എന്തിന്? ഇസ്ലാം ഇല്ലാതെയാകാൻ. എന്നിട്ട് ഇവിടെ ഇസ്ലാം ഇല്ലാതെയായോ? അബൂജഹലും പാർട്ടികളും ഒക്കെ പാടെ ബദറും ഉഹുദും ഖന്തക്കും ഹുനൈനും ഖൈബറും തബൂക്കും ഒക്കെ നടത്തി ഇസ്ലാം ഇല്ലാതെയാകാൻ. എന്നിട്ട് ഇവിടെ മുസ്ലിമീങ്ങൾ ഇല്ലാതെയായോ? നാഗസാക്കിയിലും ഹിരോഷിമയിലും ഒക്കെ ബോംബിട്ടിട്ട് നശിപ്പിച്ച കാലത്ത് എത്ര മുസ്ലിമീങ്ങളാണ്? ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളെ കൊന്നു. എന്നിട്ട് ഇവിടെ ഇസ്ലാം ഇല്ലാതെയായോ? ഷഅബ് അബി താലിബിൽ താമസിക്കുന്ന സമയത്ത് അങ്ങോട്ട് വെള്ളമില്ല, ഭക്ഷണമില്ല, വാർത്തല്ല, കറണ്ടില്ല, ഒന്നുമില്ല. ആർക്കും ഒരു സംസാരിക്കാൻ പാടില്ല. അന്ന് ഭക്ഷണം കഴിച്ചിരുന്നത് മരത്തിൻ്റെ ഇല പറിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെയാണ് ഞങ്ങൾ കാഷ്ടിച്ചിരുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവിടെ ഇസ്ലാം ഇല്ലാതെയാവും. ഏർവാടിയിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ബാദിഷാ തങ്ങൾ താമസിക്കുന്ന സമയത്ത് അന്നത്തെ ഭരണാധികാരി അവിടേക്ക് ഏത് മുടക്കി? വെള്ളം മുടക്കി, ഭക്ഷണം മുടക്കി. യാ റബ്ബ് യാ റബ്ബ്. ഇബ്രാഹിം ബാദിഷാ തങ്ങളെ മക്കാമില്ല ഏർവാടിയിൽ. ആ മക്കാമിൻ്റെ ഉള്ളിൽ പോയി ഒക്കെ ആ ചുമരുമക്കാണ് ഒരു ബെയ്ത്ത് എഴുതി വെച്ചത്. ആ ബെയ്ത്തിൽ പറഞ്ഞ ആശയം എന്താണ്? ഞങ്ങൾ ഇവിടെ വന്ന് താമസിക്കുമ്പോൾ ഞങ്ങൾക്ക് വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ അത്ര ഞങ്ങളെ പട്ടിണി കിട്ടൂ. എന്നിട്ട് ഇസ്ലാം ഇല്ലാതെയായോ? പക്ഷെ ഒരു കാര്യമുണ്ട്, മുസ്ലിമീങ്ങൾ അല്ലാഹ് എന്ന സഹായത്തെ ആശിക്കണം. നമ്മൾ സുബൈ നിസ്കരിക്കാതെ കൂർക്കം വലിച്ച് കടന്നുറങ്ങിയിട്ട് അള്ളാഹിൻ്റെ സഹായം കിട്ടണമെന്ന് വിചാരിച്ചാൽ അത് നടക്കണ കാര്യമല്ല. നമ്മളെങ്കിലും ആരൊപ്പം നിൽക്കണം? അള്ളാഹിൻ്റെ ഒപ്പം നിൽക്കണം. അള്ളാഹു നമ്മളൊപ്പം നിൽക്കും. നമ്മൾ ഔലിയാക്കളൊപ്പം നിൽക്കണം. ഔലിയാക്കൾ നമ്മളൊപ്പം നിൽക്കും. വയനാട്ടിൽ പണ്ടൊരു ഭയങ്കര തല്ലുണ്ടായല്ലോ പഴയ കാലത്ത്. ഭയങ്കര അടിയുണ്ടായി. ഇപ്പോഴും ആ കേസിൽ തുമ്പില്ലാതെ പോയി. എന്തുകൊണ്ട്? അടിക്കുന്ന ആൾക്കാർ മുഴുവനും ഏത് പറഞ്ഞിട്ട് അടിക്കണം? മൊയ്തീൻ ഷേഖ് എന്ന് പറഞ്ഞിട്ടാണ് അടി. അപ്പോൾ അവിടുത്തെ SI കേസ് രജിസ്റ്റർ ചെയ്തപ്പോൾ 1-ാം പ്രതി മൊയ്തീൻ ഷേഖാണ്. ഇതുവരെ ആളെ കിട്ടിയിട്ടില്ലല്ലോ. അതാ ഔലിയാക്കന്മാരെ നമ്മളൊപ്പം നിർത്തണം. അപ്പോൾ ഔലിയാക്കൾ നമ്മളൊപ്പം നിൽക്കും. അല്ലാഹു തആല ഖൈറ് തരട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട്, നമ്മൾ സുബഹി നിസ്കരിക്കണില്ല, നമ്മൾ ജമാഅത്ത് നിസ്കരിക്കണില്ല. ഓ സഹോദരിമാരെ, വീട്ടിൽ നമ്മൾ ഖുർആൻ ഓതണം. ഉമ്മ ഖുർആൻ ഓതണം. ബാപ്പാക്ക് ചിലപ്പം ഒരു പേജ് ഓതാനേ കൂടുള്ളൂ. ഞാൻ എൻ്റെ ഭാര്യനോട് പറഞ്ഞേക്കണം, എനിക്കിതാണ് ഇപ്പം ഇവിടുന്ന് വഴന്ന് കഴിഞ്ഞാണ്ട് എപ്പോഴാണ് അവിടെ എത്തുക? എൻ്റെ നാട്ടിലേക്ക് ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ 4 മണിക്കൂർ ഓടണം മര്യാദക്ക് ഓടിയാൽ. അതന്നെ നമ്മളെ ഈ റോഡ് ഇപ്പം എന്താണ്? ഒരു കുണ്ട് കഴിഞ്ഞാൽ ഒരു കുഴി കഴിഞ്ഞാൽ പിന്നെ ഒരു വളവ്, ആ വളവ് കഴിഞ്ഞാൽ പിന്നെ ഒരു കുളം. ഇങ്ങനെയാണ് പിന്നെ പോകേണ്ടത് അല്ലേ? അത് പ്രകാരം മഴവെള്ളം പോകണോടത്ത് കൂടി ആളെ റോഡ് ഉണ്ടാക്കിയത് പണ്ട് നമ്മൾ ഇങ്ങനെ ഇവജം കയ്യുമായിട്ട്. ഇപ്പൊക്കെ നേരെയാക്കി വരുന്നുണ്ട്. അള്ളാഹു ഖൈറാക്കി തരട്ടെ. ഇല്ലേ? മഴവെള്ളം പോണ വഴിക്കാണ് റോഡ് ഉണ്ടാക്കിയതാണ്. അതാണ് ഇങ്ങനെയായി. ഇപ്പൊക്കെ നന്നാക്കി വരികയാണ്. ബിൽഡിങ് പൊളിച്ചിട്ടും പള്ളി പൊളിച്ചിട്ടും ഒക്കെ നന്നാക്കി വരുന്നുണ്ട്. അൽഹംദുലില്ലാ. നല്ലത് എപ്പോൾ ചെയ്താലും ഖൈർ തന്നെ. അപ്പോൾ ഒരു 4 മണിക്കൂർ. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഞാൻ 10:30 11 മണിക്ക് നിർത്തിയിട്ട് പോയാൽ പെരിയിലെത്തുമ്പോൾ എത്രയാവും? 3 മണിയാവും അല്ലേ? നാളെ സുബൈക്ക് എനിക്ക് ദർസ് നടത്താനും വിഷയത്തിനും പോരണം. നാളെ വയല് മറ്റേ മലപ്പുറം തൃശ്ശൂരും കൂടി കൂടണം അവിടെയാണ്. അപ്പോൾ അവിടേക്ക് യാത്ര ചെയ്യണം. അപ്പോൾ എനിക്ക് അത്രയല്ലേ ഓതാൻ കൂടുള്ളൂ. ഞാൻ ഓതുന്നൊക്കെ എനിക്കൊരു ജുസ് തീർക്കാൻ പലപ്പോഴും പ്രയാസമാണ്. രാവിലെ സുബൈ നിസ്കരിച്ചാണ് ചിലപ്പോൾ ഒരു ജുസ് തീരൂല. പിന്നെ കാറിൽ വെച്ചുകൊണ്ടൊക്കെ ഓതിയിട്ട് തീർക്കലാണ് നമ്മൾ യാത്രയിൽ. അപ്പം നമ്മളെ ഭാര്യമാരെന്ത് ചെയ്യണം? പെണ്ണുങ്ങൾ അവരെങ്കിലും ഓതണം. നമ്മളെ ഭാര്യമാരൊക്കെ 10 ദിവസം കൂടുമ്പോൾ ഒരു ഖത്തം തീർക്കാൻ നോക്കുക.
അപ്പോൾ ഒരു മാസത്തിൽ 3 ഖത്തം തീരും. അള്ളാഹു നമ്മളെ സഹോദരിമാർക്കൊക്കെ റഹ്മത്ത് കൊടുക്കട്ടെ. അവർ ഓതുന്നുണ്ട് കേട്ടോ. എത്രയോ ഉമ്മമാർ ഖുർആൻ ഓതുന്നവരുണ്ട്, ആയിരക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്, ആയിരക്കണക്കിന് സ്വലാത്ത് ചെല്ലുന്നവരുണ്ട്. പടച്ചവനെ അള്ളാഹുവേ, ഞങ്ങളെ ഉമ്മമാർ ഭാര്യമാർ അവർക്കൊക്കെ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, രാഹത്ത് കൊടുക്കണേ അല്ലാ. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ നിർത്തുകയാണ്. നമ്മളെ എല്ലാവരുടെയും വീടുകളിൽ നമ്മൾ ശരിക്കും ഹദ്ദാദ് ചൊല്ലിക്കൊണ്ട് ഖുർആൻ ഓത് പതിവാക്കിക്കൊണ്ട് നമ്മുടെയൊക്കെ വീടുകളിൽ നമ്മൾ ആ കാര്യം ശ്രദ്ധിച്ചാൽ ഇൻഷാ അല്ലാ നമ്മുടെ കുട്ടികൾക്കൊക്കെ കിട്ടിയിരിക്കുന്ന മദ്രസ അറിവാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. നിങ്ങൾ നോക്കൂ, നമ്മൾ ജുമുഅ നിസ്കാരം സഹീഹാകുന്നത് വദു എടുക്കാനുള്ള നിയ്യത്ത് അത് മദ്രസയിൽ നിന്ന് പഠിച്ചതാണ്. ജുമുഅ നിസ്കാരത്തിൻ്റെ ഫാത്തിഹ അത് നമുക്ക് എവിടെ നിന്ന് പഠിച്ചതാണ്? അള്ളാഹു റബ്ബി ഓർത്തു നോക്ക് നിങ്ങൾ, നമ്മുടെ ജുമുഅ, നമ്മുടെ നിസ്കാരം, നമ്മുടെ ജമാഅത്ത് ഇതൊക്കെ നമ്മൾ മദ്രസയിൽ നിന്ന് കിട്ടിയതല്ലേ. അതുകൊണ്ട് തന്നെ മദ്രസ വിദ്യാഭ്യാസത്തെയും അവ ഉസ്താദുമാരെയും, നമ്മളെ ഉസ്താദുമാർ കണ്ട നിങ്ങൾ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആളുകൾ. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. ഇവിടുത്തെ ഉസ്താദുമാരെല്ലാവരും, ഒരാൾ വന്നു സന്തോഷത്തോടുകൂടെ സ്വീകരിച്ച്, രണ്ടാമത്തെ ആൾ വന്ന്, മൂന്നാമത്തെ ആൾ വന്ന്. അപ്പം നമ്മളെ മദ്രസയിലെ ഉസ്താദുമാരൊക്കെ ഇവിടുത്തെ മഹല്ല്, ഇവിടുത്തെ പള്ളി, അതിൻ്റെ കാര്യങ്ങൾ ഒക്കെ അവരൊക്കെ എന്തൊരു ഒത്താശയോടുകൂടെ, എന്തൊരു സ്നേഹത്തിലാണ്. ഒരു അതിഥിയായിട്ട് ഞാൻ വന്നപ്പം അവരെല്ലാവരും, അള്ളാഹു നമ്മളെ ഉസ്താദുമാർക്കൊക്കെ ഖൈർ കൊടുക്കട്ടെ. ഈ നാട്ടുകാരായ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനൊരു വിരുന്നുകാരനായി വന്നപ്പോൾ അവർ സ്വീകരിച്ചത്. നിങ്ങൾക്ക് വേണ്ടിയാണ് അവർ സ്വീകരിച്ചത് അല്ലേ? അപ്പം കണ്ട നിങ്ങൾ, നമ്മുടെ നാടിന് വേണ്ടി മാനം കാക്കാൻ, നമ്മുടെ കുട്ടികളെ, നമ്മുടെ മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കാൻ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി വരുമ്പോൾ, ഒരു പെൺകുട്ടി മോളാകുമ്പോൾ, അവൾ പെങ്ങളാകുമ്പോൾ, അവളൊരു സഹധർമ്മിണിയാകുമ്പോൾ, അവൾ ഉമ്മയാകുമ്പോൾ, അവൾ ഉമ്മമ്മയാകുമ്പോൾ, അല്ലാ, ഒരു പെൺകുട്ടി അവൾ വീട്ടിലാകുമ്പോൾ, കുടുംബത്തിലാകുമ്പോൾ, ഭർത്താവിൻ്റെ കൂടെ മണിയറയിലാകുമ്പോൾ, നിസ്കാരമുറിയിലാകുമ്പോൾ, അവൾ ഹജ്ജിന് പോകേണ്ടി വന്നാൽ അവിടെയൊക്കെ ഒരു പെൺകുട്ടിക്ക് സ്വത്താവകാശം വരുമ്പോൾ മകളെന്ന രീതിയിൽ കിട്ടുന്ന അവകാശം, ഭാര്യ എന്ന രീതിയിൽ കിട്ടുന്ന അവകാശം, പെങ്ങൾ എന്ന രീതിയിൽ കിട്ടുന്ന അവകാശം, ഉമ്മ എന്ന രീതിയിൽ കിട്ടുന്ന അവകാശം, ഇതൊക്കെ നമ്മുടെ മദ്രസയിൽ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മദ്രസ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്.